ഹലോ. നെവിൻ നെവിൻ ഒരു എന്റർടൈനർ ഒക്കെ ആയിരിക്കും, പക്ഷേ എനിക്ക് അവന്റെ കാര്യത്തിൽ തോന്നിയത് നെവിൻ വെറും സെൽഫിഷ് ആണെന്ന് പറഞ്ഞാൽ വെറും സെൽഫിഷ്. പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ ഇവരുടെ ഈ സ്വച്ഛാധിപതി ടാസ്കിന്റെ ഇടയിൽ കിച്ചണിൽ വെച്ചൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അവിടെ ഫൈറ്റ് നടക്കുന്നതിന്റെ ഇടയിൽ ഈ നെവിൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അറിയോ? തിന്നല്. ഫുഡ് അവിടെ ഇവിടെ എടുത്തുകൊണ്ട് പോയിരുന്ന് തിന്നോണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് 18 പേരുണ്ടെങ്കിലും 18 പേർക്ക് ഈക്വലി ആയിട്ട് കഴിക്കേണ്ട ഫുഡ് ഇവര് ഫുഡ് ഉണ്ടാക്കും. അതിൻ്റെ ഇടയിൽ എന്തോ വഴക്ക് നടന്നപ്പം ഇവൻ ഫുഡ് എടുത്തുകൊണ്ട് പോയി അവിടെ ഇവിടെ ഇരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അനു പറയുന്നുണ്ട്, ഓൾറെഡി ഞാൻ നിനക്ക് എല്ലാവർക്കും കൊടുക്കുന്ന 2 തന്നു. അതൊന്നും എനിക്കറിയണ്ട, എനിക്ക് തിന്നാണെന്ന് തോന്നുമ്പോൾ ഞാൻ തിന്നു, എന്നെ ആരാ തടയുന്നത്, ഞാൻ ഒന്ന് നോക്കട്ടെ. എന്ത് സ്വഭാവം അത്? ഒന്നാമത് അവിടെ ഫുഡിന് ലിമിറ്റാ. നെവിൻ്റെ കാര്യം മാത്രം നോക്കിയിരുന്ന് തിന്നുന്നു. ഇപ്പൊ ബാക്കിയുള്ള ആൾക്കാരെന്തോ പട്ടിണി കിടക്കണോ? അവരും കൂടെ ഇതുപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്വന്തം കാര്യം നോക്കുന്നതിൻ്റെ കൂടെ പുറത്തൊക്കെ ആണെങ്കിൽ ഓക്കെ, ഇങ്ങനെ ഒരു സാഹചര്യത്തില് എല്ലാവരും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഇന്നലെ ആ ഫൈറ്റിന്റെ ഇടയിൽ നെവിൻ ചെയ്യുന്നൊരു പ്രവൃത്തിയുണ്ട്. ഈ അനുമോളുടെ ഒരു പാവയുണ്ട്, ബിഗ് ബോസ് ആയിട്ട് കൊടുത്തു വിട്ട ഒരു പാവ. ആ പാവ എടുത്തുകൊണ്ട് പോയി ഒളിപ്പിച്ച് വെക്കണം. എന്തായിരുന്നു അതിൻ്റെ ആവശ്യം? ഈ ഒളിപ്പിച്ച് വെക്കേണ്ട ആവശ്യം എന്തായിരുന്നു? ആ പാവേനെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വഴക്ക് നടക്കും. അതാണോ ഉദ്ദേശിച്ചത്? അനുമോൾ ആ പാവ ചോദിക്കും, അതിൻ്റെ പിറകെ നടക്കും. അത് കിട്ടാതാകുമ്പോൾ അനുമോൾ വഴക്കുണ്ടാക്കും. ഇതൊക്കെ ഉദ്ദേശിച്ചിട്ടാണോ നെവിനെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തു വെച്ചതാണോ പരിപാടി? അല്ല, എനിക്ക് അങ്ങനെയാ തോന്നിയത്. അഥവാ ആര്യനും അനുമോളും തമ്മിലുള്ള ആ ഫൈറ്റ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഈ പാവയുടെ പേരിൽ അവിടെ ഒരു ഫൈറ്റ് നടക്കുമായിരുന്നു. അതായിരുന്നെന്ന് തോന്നുന്നു നെവിന് വേണ്ടത്. എന്നിട്ട് അതിന് കൂട്ടുനിന്നത് നമ്മുടെ ക്യാപ്റ്റൻ അപ്പാനി ശരത്ത്. അവിടെ ഒരു വഴക്ക് നടന്ന അത് സോൾവ് ചെയ്യേണ്ട അപ്പാനി ശരത്ത് അത് ഒളിപ്പിച്ച് വെക്കാൻ കൂട്ട നിൽക്കണം. ഒറ്റയ്ക്ക് കളിക്കുന്നത് ഇവർക്ക് അറിയത്തില്ലേ? എല്ലാം കൂട്ടം കൂടി ഇരുന്ന് വരുന്നു. അപ്പാനി ശരത്തിന് ആ പാവയുടെ എന്തോ വല്ലാതെ ശത്രുത പോലെയാ. അതിനെ കെട്ടിത്തൂക്കി മരത്തി കൊണ്ടുവയ്ക്കുന്നു. അനുമോളോടുള്ളത് അനുമോളോട് തീർക്കാപ്പാനി, അല്ലാണ്ട് ഒരു ജീവനില്ലാത്ത വസ്തു അല്ലെങ്കിൽ ഒരാൾക്ക് പ്രിയപ്പെട്ട വസ്തുവിനെ എടുത്തിട്ട് ടോർച്ചർ ചെയ്തല്ല തീർക്കേണ്ടത്. കഷ്ടം. ശരി എന്നാ, ടാറ്റ.